ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ പറയുന്നുണ്ട്, എൻ ജ്വല്ലറിയുടെ ആ ഒരു ഇത്, അതായത് ജോലി ഞാൻ കളയില്ല. കാരണം ആകെ കിട്ടുന്ന ഒരു വരുമാനമാണ്. ആ വരുമാനം മാർഗം ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ പൊയ്ക്കോടി നവ്യേ എന്ന് അഭി പറയാണ്. എന്തായാലും ഞാൻ അങ്ങോട്ടേക്കില്ല. എൻ്റെ അച്ഛനാണ് അവിടുത്തെ CEO എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമ്മക്ക് അതൊന്നും ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കില്ല. നീ എന്തായാലും പൊയ്ക്കോ എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കണ്ടല്ലടാ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആള് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടാണ് ഈ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആൾക്ക് നിന്റെ അമ്മേനെ ദേഷ്യമാണ്, നിന്റെ അമ്മക്ക് നിന്റെ അച്ഛനോടും ദേഷ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പിറകിൽ എന്തോ ഒരു ചതി നടന്നതായിട്ടാ എനിക്ക് തോന്നണത് എന്ന് പറയുമ്പോഴേക്കും അഭി പറയണ്ട്, അത് നീ പറഞ്ഞ ശരിയാണ്. ഇതിന്റെ പിറകിൽ നമുക്കറിയാത്ത എന്തോ വലിയ സംഭവമുണ്ട്. പക്ഷെ അത് അമ്മ പറയുന്നില്ലല്ലോ. അതെ, എനിക്ക് തോന്നണേ നിന്റെ അമ്മയടുത്ത് നീ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും മിണ്ടുന്നില്ലല്ലോ അല്ലേ? ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആദ്യം തന്നെ നിനക്ക് മനസ്സിലായിക്കൂടാ, എന്തോ വലിയൊരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ അമ്മയാണ് കാരണം, നിന്റെ അമ്മയാണ് തെറ്റ് ചെയ്തതെന്ന്. അതിന്റെ ആ ഒരു ചിലപ്പോൾ ആ പഴി കേൾക്കേണ്ടത് നിന്റെ അച്ഛനെ ആയിരിക്കും. അതായിരിക്കും ആൾക്ക് ഇത്ര ദേഷ്യവും വാശിയും. അതെ, നീ പറഞ്ഞതാവാനാണ് ചാൻസ്. ഇനി അച്ഛനെങ്ങാനും തിരിച്ചെന്ന അമ്മയുടെ ആ ചതിയുടെ കഥ എങ്ങാനും അച്ഛൻ പുറത്ത് പറയോ എന്ന് വല്ലതും പേടിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കും നവ്യെ, നീ നോക്കിക്കോ. അത് അമ്മയുടെ വായും തന്നെ ഞാൻ അറിയും. അച്ഛനും അമ്മയും തമ്മിൽ ബന്ധം പിരിയാനുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം വെറുപ്പ് വരാനുള്ള കാരണം എന്താന്ന് ഞാൻ മനസ്സിലാക്കും. ശരിടാ, ഞാൻ എന്താ കമ്പനിയിലേക്ക് ജ്വല്ലറിലേക്ക് പോവാണ്. ശരിയടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നവ്യ കമ്പനിയിലേക്ക് എൻ ജ്വല്ലറിലേക്ക് പോവാണ്. അബി ആണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. അമ്മയും അച്ഛനും തമ്മിൽ വലിയ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതിൽ അച്ഛൻ ഒരു തെറ്റും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ അമ്മ അച്ഛനെയാണ് തെറ്റുകാരനാക്കിയത് മുത്തശ്ശന്റെ മുമ്പിൽ. അതുകൊണ്ട് നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനോടൊന്ന് ചവിട്ടി പുറത്താക്കി മുത്തശ്ശൻ. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളി ചിലപ്പോൾ തൻ്റെ അമ്മയായിരിക്കാം. ഇതിന്റെ സത്യാവസ്ഥ കണ്ടുപിടിച്ചേ പറ്റൂ. അതുമാത്രമല്ല, അമ്മ വേറെ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ ഒളിക്കുന്നുണ്ട്, അതും മനസ്സിലാക്കണം എന്നൊക്കെ അബി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശരിക്കും തമിഴിൽ ഇങ്ങനത്തെ ഒരു ഭാഗമുണ്ട്. ഈ ജലജക്ക് അവിഹിതം എന്ന് പറയുന്നൊക്കെ ഉണ്ടെങ്കിലും അയാളെ കാണിക്കണമൊന്നുമില്ല. അപ്പൊ അതിന്റെ പേരിൽ മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേക്കും ജലജ എന്താ ചെയ്യുന്ന വെച്ചാൽ, ജലജക്കാണ് അവിഹിതം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ചെറുപ്പത്തിൽ, അതായത് അബിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അബിക്ക് 1-2 വയസ്സുള്ള സമയത്ത് ഈ നാഗേന്ദ്രന്റെ ജോലിയില്ല, കൂലിയില്ല. മൂർത്തി ജ്വല്ലറിയിൽ എന്തെങ്കിലും ജോലി കൊടുത്താലോ അവിടുത്തെ പണം വെറുതെ എടുത്തിട്ട് വെറുതെ കുടിച്ച് നടക്കുക, അത് മാത്രമാണ് അയാളുടെ ജോലി. അതുകൊണ്ട് തന്നെ ജലജക്ക് ഒട്ടും താല്പര്യമില്ല നാഗേന്ദ്രനോട് കേട്ടോ. പക്ഷെ നാഗേന്ദ്രൻ ആദ്യമൊക്കെ നല്ല സ്വഭാവമായിരുന്നു. ജലജയുടെ കയ്യിലിരിപ്പോണ്ടാണ് നാഗേന്ദ്രൻ ഇത്ര വൃത്തികെട്ടവനായി പോയത്. അങ്ങനെ നാഗേന്ദ്രൻ ഒരു വില പോലും ജലജ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നാഗേന്ദ്രനാണെങ്കിൽ എപ്പോഴും കുടിച്ച് ആടി നടക്കുന്നത് കൊണ്ട് മുത്തശ്ശനും മൂർത്തി ജ്വല്ലറിയുടെ 7 അയലത്ത് പോലും അടുപ്പിക്കുന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ ജലജക്ക് ചെറിയൊരു ഇഷ്ടം വേറൊരാളോട് തോന്നുവാണ്. ജലജയുടെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റിനെ വർഷങ്ങൾക്ക് ശേഷം കാണുവാണ് ജലജ. അയാളുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുമില്ല കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ അവിഹിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല. അവർ തമ്മിൽ ഒരു വല്ലാത്തൊരു റിലേഷൻ ഉണ്ട്. എന്താ പറയേണ്ടത്, അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ടൊരു ഡീപ്പായിട്ടുള്ള ലവ് പോലത്തെ റിലേഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇത് നമ്മുടെ നാഗേന്ദ്രൻ കാണുകയാണ്. ജലജയ്ക്ക് ഇങ്ങനത്തെ ഒരു അവിഹിതം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ അപ്പുറം വേറെ എന്തോ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. ഇത് മനസ്സിലാക്കിയ നാഗേന്ദ്രൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുടിച്ചു വന്നിട്ട് ജലജയുടെ പ്രശ്നം ഉണ്ടാക്കാണ്. നീ അങ്ങനത്തെ ഒരാളായിട്ട് നിനക്കൊരു ബന്ധമില്ലേ, അത് നീ എന്താണ്, അതുകൊണ്ടല്ലേ നിനക്ക് എന്നോട് ഇഷ്ടമില്ലാത്തത്, നീ എന്നെ ഒരു പട്ടിയെ പോലെയല്ലേ കാണുന്നത്. നിന്റെ അച്ഛനായിട്ടുള്ള മൂർത്തിയാണെങ്കിലോ എന്നെ അയാൾക്ക് കുറേ ജ്വല്ലറികൾ ഉണ്ട്, എന്നിട്ട് അതിലൊരു ജ്വല്ലറി പോലും എൻ്റെ കയ്യിലേക്ക് വെച്ച് തരുന്ന പോലും ഇല്ല. ഞാൻ ഈ വീട്ടിൽ പട്ടിക്ക് സമമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ പറയണ്ട, അതെ അങ്ങനെ തന്നെയാണ്, നീയും അവനും തമ്മിൽ എന്താണ് ബന്ധം, ഞങ്ങൾ തമ്മിൽ പല ബന്ധമുണ്ട്, നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നാഗേന്ദ്രനെ ചവിട്ടി താഴ്ത്താണ് ജലജ. ആ സമയത്താണ് ജലജ പ്രഗ്നന്റ് ആവുന്നത്. അതായത് അവന്തികേനെ ഗർഭം ധരിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പൊ ഈ നാഗേന്ദ്രന്റെ കുഞ്ഞായിരിക്കും ചിലപ്പോ അവന്തിക. എന്തായാലും നാഗേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജലജ അടുത്ത്, എടി നിനക്ക് അവനായിട്ടുള്ള ബന്ധമുള്ള സമയത്ത് നീ ഇപ്പൊ പ്രഗ്നന്റ് ആവുമ്പോൾ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ കുഞ്ഞിന് ശരിക്കും അച്ഛൻ ഞാനാണോ, അത് നിന്റെ പഴയ ക്ലാസ്മേറ്റ് അവനാണോ എന്ന് ചോദിക്കാം. അവന്റെ പേര് മനോജ് എന്നാണ് കേട്ടോ. അപ്പൊ ഞാനാണോ ഈ നാഗേന്ദ്രൻ എന്ന് പറഞ്ഞ ഞാനാണോ, അത് നിന്റെ പഴയ ക്ലാസ്മേറ്റ് മനോജ് ആണോ ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേക്കും ചിലത് പിന്നെ ഒച്ചപ്പാട് എടുക്കാൻ തുടങ്ങില്ല. അയ്യോ അച്ഛാ അച്ഛാ ഓടി വരണേ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അന്ന് അജയനും അതുപോലെ തന്നെ നമ്മുടെ ജയനും മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ സമയത്ത് നമ്മുടെ
ജയന്റെയും ദേവയാനിയുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പൊ അവരെല്ലാവരും കൂടെ അവിടെ ഓടി വന്ന് കൂടി നിൽക്കുകയാണ്. അപ്പൊ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇയാൾ ചോദിക്കണ കേട്ടില്ല, ഞാൻ ഗർഭിണിയാണ്. സന്തോഷത്തോടു കൂടി തന്നെ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ എന്നോട് പറയാണ്, ഇത് ആരാണ് ഈ കുഞ്ഞിന്റെ ഉത്തരവാദി എന്ന്, ആരാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ മൂർത്തിക്ക് ദേഷ്യം വരുവാണ്. എന്താണ് വൃത്തികെട്ടവരെ നീ ചോദിച്ചത് എന്റെ മോളോട്, കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്നോ? എടാ നിനക്ക് നാളെ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്. അതെ ഞാൻ ചോദിച്ചു, അതിന് കാരണമുണ്ട്. അപ്പോഴേക്കും ജലജ പണ്ട് ഇയാൾക്ക് അച്ഛൻ വിചാരിക്കണ പോലല്ല, ഇയാളുടെ പല സംഭവങ്ങളും എനിക്ക് അറിയാച്ച. ഇയാൾ കുടിച്ച് പലയിടത്തും പോകുന്നുണ്ടച്ച, പല പെണ്ണുങ്ങളുടെ വീട്ടിലും പോകുന്നുണ്ടച്ച, കിട്ടണ പൈസയൊക്കെ പല പെണ്ണുങ്ങൾക്കും കൊണ്ട് കൊടുക്കുകയാണച്ച എന്ന് പറഞ്ഞിട്ട് കള്ളക്കഥ ഉണ്ടാക്കാണ്. അത് കേൾക്കുമ്പോൾ നാഗേന്ദ്രൻ വേഗം തന്നെ ജലജയുടെ കഴുത്തിനെ കയറി പിടിക്കാൻ വേണ്ടി പോവാണ്. നീ എന്ത് പറഞ്ഞിട്ട് നീ ചെയ്ത തെറ്റി എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുവാണ് ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ജലജനെ കഴുത്തി കയറി പിടിക്കുമ്പോഴേക്കും ജലജ അയ്യോ അച്ഛ എന്ന് പറയുമ്പോഴേക്കും മൂർത്തി നമ്മുടെ നാഗേന്ദ്രനെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇറങ്ങി പോടാ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നാഗേന്ദ്രൻ അപ്പ പളി ഇറക്കി പിണ്ടം വെക്കാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രനും ജലജയും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം കേട്ടോ. പക്ഷെ അപ്പോഴും ഒരു വലിയൊരു കാര്യമുണ്ട്, ഇവർ ശരിക്കും പറഞ്ഞാൽ അവന്തിക ആരുടെ കുഞ്ഞാണ് എന്നുള്ള കാര്യം അപ്പോഴും ആർക്കും അറിയില്ല. തമിഴിൽ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവർക്ക് ക്ലൈമാക്സ് ആക്കേണ്ട ഒരു തിടുക്കമായതുകൊണ്ട് പിന്നെ അവർ ആ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കഥയിലേക്ക് പോയിട്ടുണ്ടല്ലോ. കാരണം അതിൽ ജലജ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു സെറ്റപ്പ് ഇല്ല, മലയാളത്തിലെ പോലത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല, അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ലല്ലോ, എല്ലാവരെക്കാളും പ്രാധാന്യം നമ്മുടെ അഭിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നായകനേക്കാളൊക്കെ പ്രാധാന്യം എനിക്ക് തോന്നുന്നു അഭി, അതുപോലെ ജലജ, നവ്യ അവർക്കൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കഥ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ഒരു നാഗേന്ദ്രൻ ജലജ കേസിൽ ജലജ തന്നെയാണ് 100% തെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തെറ്റ് ചെയ്ത ജലജയെടുത്തും അതുപോലെ തന്നെ ആ കുടുംബത്തെ തന്നെ മനസ്സിലാക്കാതെ പുറത്താക്കിയ മൂർത്തി മുത്തശ്ശനോടുമുള്ള വൈരാഗ്യവും ദേഷ്യവും മനസ്സിൽ കൂട്ടി വെച്ചിട്ടാണ് നാഗേന്ദ്രൻ ഇത്ര ഒരു വൃത്തികെട്ടവനും ഇത്ര ഒരു ചതിയനും ഇത്ര ഉള്ളൊരു എന്താ പറയുക പുറകേന്ന് കുത്താനൊരു മടിയില്ലാത്ത ഒരാള് ഇങ്ങനത്തെ സെറ്റപ്പ് ആയത് ഇതൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഈ ഒരു മഹാസത്യനോട് അഭി മനസ്സിലാക്കാൻ പോകുന്ന നിമിഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോണത്. അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു നന്ദും അതുപോലെ തന്നെ അനി വീണ്ടും കറങ്ങാൻ വേണ്ടി പോയിട്ട് അവർ തമ്മിൽ പ്രണയിക്കുന്നു, ബീച്ചിൽ പോകുന്നു, അവിടെ കറങ്ങി നടക്കുന്നു, അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു, അങ്ങനെ അതൊക്കെ തന്നെ നമ്മുടെ നവീൻ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. നവീൻ അപ്പൊ ദേഷ്യപ്പെടണം, എന്റെ പെണ്ണവള്, നാളെ എന്റെ ഭാര്യയാവേണ്ട അവള്, എന്നിട്ട് അവൾ നോക്കിക്ക അവന്റെ കൂടെ കറങ്ങി നടക്കാണ്. ഈ അനിക്ക് ഒരു നാണവുമില്ലേ, ഈ ഞായറാഴ്ച ഇവന്റെ വിവാഹ നിശ്ചയം വീട്ടുകാർ ഉറപ്പിച്ചിരിക്കുക, എന്നിട്ട് അവൾക്കൊരു മടിയില്ല അവനൊരു മടിയില്ല, ഇപ്പൊ തന്നെ ആ വെള്ളത്തിലേക്ക് തള്ളി ഇട്ടാലോ അവനാ എന്ന് പോലും ആലോചിക്കേണ്ട നവീൻ. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശരിയാകില്ല. എന്തായാലും ഇവളുടെ ജീവിതം തുടച്ചു മാറ്റിയേ പറ്റും. ഇവന്റെയും ആ അവന്തികയുടെ വിവാഹ നിശ്ചയം നടന്നേ പറ്റൂ. വിവാഹ നിശ്ചയമല്ല, വിവാഹമാണ് നടക്കേണ്ടത്. അങ്ങനെ ആ വിവാഹം നടക്കുകയാണെങ്കിൽ നന്ദു ഒരുപാട് നാളത്തെ വിരഹ കാമുകിയായിട്ട് നടക്കുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവളുടെ വീട്ടുകാരുടെ നിർബന്ധത്തിനും പിന്നെ ചേച്ചിമാരുടെ നിർബന്ധത്തിനും അവൾ എന്തായാലും ഒരു കല്യാണത്തിന് സമ്മതിക്കും. അത് എന്നായിട്ടുള്ള കല്യാണം ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അത് സമ്മതിച്ചിരിക്കും. അതിനാദ്യം അനിയുടെ വിവാഹം കഴിയണം എന്ന് മനസ്സിലാക്കാണ് നവീൻ. അപ്പൊ അതിനു വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ നവീൻ ചെയ്യാൻ പോണ ഭാഗമാണ് നമ്മളിനി ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.